Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. ഗുരുതര രോഗം ബാധിച്ച നിർധന യുവാവിന് ധനസഹായം കൈമാറി. കിഴക്കേക്കര സ്വദേശി ആഷിഖ് സുനിലിനാണ് ധനസഹായം കൈമാറിയത്. ഗുരുതര രോഗം ബാധിച്ച നിർധന യുവാവിന്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച ധനസഹായം കൈമാറി. അപൂർവ രോഗമായ കാസിൽമാൻസ് രോഗവും തീവ്രമായ പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷനും ബാധിച്ച കിഴക്കേക്കര അറഞ്ഞിനാൽ ആഷിഖ് സുനിലിന്റെ ചികിത്സയ്ക്കായി സാമൂഹിക പ്രവർത്തകൻ അമീർ കാഞ്ഞൂരാൻ, വാർഡ് മെമ്പർ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സുമനസുകളിൽ നിന്നും സമാഹരിച്ച തുകയാണ് കൈമാറിയത്. മുൻ MLA എൽദോ എബ്രഹാമിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ 2 ലക്ഷം രൂപ കുടുംബത്തിന് നൽകി. വളരെ ഗൗരവമേറിയ അപൂർവം വന്നു ചേരാവുന്ന കാസിൽമാൻ ഡിസീസ് എന്ന അസുഖത്തെ തുടർന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു 10-40 ലക്ഷത്തിലധികം രൂപയുടെ ചെലവ് ചികിത്സയ്ക്ക് വേണ്ടി വരും. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആഷിഖിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം സമീപിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. അവരെല്ലാം നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായും മറ്റെല്ലാ ഘടകങ്ങൾക്കപ്പുറത്ത് ആഷിഖിൻ്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർ ഉൾപ്പെടെ സർവ്വതും മറന്ന് ആഷിഖിനെ സഹായിക്കുന്നതിന് മുന്നിൽ നിന്നതായി അമീർ കാഞ്ഞൂരൻ പറഞ്ഞു. ആഷിഖിന്റെ കുടുംബത്തിന് ഈ ചികിത്സ സാധിക്കുമോ? അവർ പകച്ചുന്ന സാഹചര്യത്തിൽ ഈ വാർഡിൻ്റെ മെമ്പറായ പ്രിയപ്പെട്ട ഷാനൂട്ടി ഞാൻ പറഞ്ഞു, ഷാനൂട്ടി, നമുക്കെല്ലാം കൂടി നാട്ടുകാർക്ക് കൂടി ആഷിഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം സാമ്പത്തികമായ കുറവിൻ്റെ പേരിൽ ആഷിഖിന് ഒന്നും സംഭവിച്ചുകൂടാ. 100% ഉറപ്പ് പറയുന്നു, നമ്മളൊന്നിച്ച് നിന്നാൽ, ഈ നാടൊന്നിച്ച് നിന്നാൽ ആഷിഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ ചികിത്സയിൽ 2 ഇഞ്ചക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു. ഇനി 21 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷനുള്ള മരുന്ന് അമേരിക്കയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ മരുന്ന് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഭീമമായ തുക വേണം ചികിത്സയ്ക്ക്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് നാട്ടുകാരായ ആളുകളെല്ലാം സർവ്വതും മറന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാണുന്ന ആളുകളും ആഷിഖിനെ സഹായിക്കാനുള്ള മനസ്സുമായി മുന്നോട്ട് വരണം. 5 ദിവസങ്ങൾക്കുള്ളിലാണ് 2 ലക്ഷത്തോളം രൂപ സമാഹരിച്ചത്. വളരെ പ്രയാസം അനുഭവിക്കുകയായിരുന്നു ആഷിഖ്. നമുക്ക് വേണ്ട സഹായമെല്ലാം ആഷിഖിന് ചെയ്യാൻ സാധിച്ചു ഇതുവരെയും. ഇനിയും നമ്മൾ ആഷിഖിന് ചെയ്യും. ആഷിഖിൻ്റെ കൂടെ ഉണ്ടാവും. ആഷിഖിന് ഉറപ്പ് തരുന്നു, ആഷിഖിനെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആഷിഖിന് US-ൽ നിന്ന് ചികിത്സയ്ക്കായി മരുന്ന് എത്തിക്കുന്നതിന് 15 ലക്ഷത്തോളം രൂപയും തുടർ ചികിത്സയും ഉൾപ്പെടെ 35 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. എന്നാൽ 6 മാസം മുൻപ് വരെ ഹ്യുണ്ടായി ഷോറൂമിലെ ജീവനക്കാരനായിരുന്ന ആഷിഖിന് നിലവിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മാതാപിതാക്കളും ഭാര്യയും 4 വയസ്സും 3 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിലാണ്. സുമനസുകളുടെ സഹായം കുടുംബത്തിന് ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.